ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു ഫ്രോക്ക് തുന്നാട്ടോ, ഒരു കുഞ്ഞുടുപ്പ് ഞാൻ തുന്നി കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ രീതിയിൽ 2 ക്ലോത്ത് പീസ് തുന്നി എടുത്തിട്ട് ഒരുമിച്ച് തുന്നി കൊടുക്കുന്നുണ്ട്. അറ്റം വരെ തുന്നിയതിന് ശേഷം അതൊന്ന് മറിച്ചിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിലൊന്ന് പിടിച്ചിട്ട് വീണ്ടും തുന്നി കൊടുക്കുന്നുണ്ട്. ഇപ്പം തുന്നണ ആ ഒരു ക്ലോത്തിൻ്റെ മരം തന്നെ ഞാൻ മുന്നേ കൂട്ടി ഒരു തുന്നി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടി ഒരുമിച്ച് വെച്ച് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് തുന്നി കൊടുക്കുക. അതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് തുന്നി കൊടുക്കുക. ഒരു ഫ്രോക്കിൻ്റെ ബാക്കും അതുമാതിരി ഫ്രണ്ട് പോർഷനാണ് ഞാൻ ആദ്യം തുന്നുന്നത് കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടി ഒരുമിച്ചാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ആ ഫ്രോക്കിൻ്റെ അടിയിലേക്ക് വരുന്ന ഭാഗം നമുക്കൊന്ന് തുന്നി കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ലോങ് ആയിട്ടുള്ളൊരു പീസ് എടുത്തിട്ടുണ്ട്. അതിനത് ആ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഞെറി വെച്ച് ഒന്ന് കുത്തി കൊടുക്കുക. അറ്റം വരെയും നമ്മൾ ഇതേ രീതിയിൽ സൂചി കൊണ്ട് ഞെറി എടുത്തെടുത്ത് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു കേട്ടോ. അതിൽ ഇൻസ്പയർ ആയിട്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു ചെറിയ ഫ്രോക്ക് തുന്നാന്ന് വിചാരിച്ച, പക്ഷേ തുന്നി തുടങ്ങി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ കുറേ ടൈം എടുത്തപ്പോൾ മടുപ്പ് തോന്നിട്ട് സത്യം പറഞ്ഞാൽ. പക്ഷേ ആ വീഡിയോയിൽ ആ കുട്ടി ഒരു ചുരിദാർ മൊത്തത്തിൽ ആൾ തുന്നിയെടുക്കുന്നുണ്ട് കൈകൊണ്ട്. ആ കുട്ടിയുടെ എഫേർട്ട് പറയാതിരിക്കാൻ പറ്റില്ല. ഒരുപാട് ടൈമും വേണം കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഈ വീഡിയോ പിടിക്കാമെന്ന് പറയുന്നതിന് ഒന്ന് ടൈം വേണം. ആ കുട്ടി അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ചെറിയ ഫ്രോക്ക് തയ്ക്കാനിരുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ഞെറി വെച്ച് തയ്ച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മോളിക്ക് ആ ഫ്രോക്കിൻ്റെ മോളിക്കുള്ള ഭാഗം ഇപ്പം നമ്മൾ താഴേക്ക് ആ ഞെറി എടുത്ത് തുന്നിയ ഭാഗം കൂടി ഒരുമിച്ചൊന്ന് തുന്നി കൊടുക്കണം. ഇതേ രീതിയിലാണ് അപ്പോൾ നമുക്ക് കിട്ടുക. ഇനി നമ്മളിതാ ഇങ്ങനത്തെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ 2 സൈഡിലും ഞാൻ ലൈറ്റർ വെച്ചൊന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ആ ഭാഗം കൂടി 2 സൈഡും തുന്നാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും കേട്ടോ. അപ്പം ഞാൻ ഇതേ രീതിയിൽ 2 സൈഡും ഒന്ന് ചൂടാക്കി കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഞെറി വെച്ചൊന്ന് നമ്മുടെ തുന്നണ സൂചിക്ക് തന്നെ ഇങ്ങനെ ഞെറി വെച്ചൊന്ന് തുന്നി കൊടുക്കുന്നുണ്ട്. ഇത് അടിവരെ നമ്മൾ ചെയ്യും. എന്നിട്ട് നമ്മൾ ആ ഉടുപ്പിനോട് കൂടി ഇത് തുന്നിച്ചേർക്കാണ് ചെയ്യുന്നത്. അപ്പുറത്തെ സൈഡിലെ കൈയിൻ്റെ ഭാഗം എന്ന് പറയുന്നത് സാധാ ഒരു തുണിയുടെ പീസ് വെച്ച് ഞാനൊന്ന് ജസ്റ്റ് തുന്നി കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു സൈഡിൽ മാത്രമേ അങ്ങനത്തെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അത്ര പെർഫെക്റ്റ് ഒന്നും ആയില്ല എന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്കും ഷെയറും കൂടി ഒന്ന് ചെയ്തേക്കണേ.